ഈ ചെറിയ കുഞ്ഞു പിള്ള വളർന്ന് പന്തലിച്ച് വലിയ ചെറുപ്പക്കാരനായി അവന്റെ കല്യാണം കഴിഞ്ഞ് ദാമ്പത്യ ജീവിതത്തിലൂടെ മക്കളുണ്ടായി, പേരമക്കളുണ്ടായി. ഇദ്ദേഹത്തിന്റെ ശരീരം ചുക്കിച്ചുളിഞ്ഞു കഴിഞ്ഞാൽ വയസ്സൊരു 80 കഴിഞ്ഞാൽ ചെറിയ പ്രായമാകുമ്പോ സ്വന്തമായി നടക്കാൻ പറ്റാത്തതുപോലെ ഓ എന്റെ ഉപ്പ നമുക്ക് പഴയ പോലെ നടക്കാൻ കഴിയാത്തൊരു കാലോ, നമ്മുടെ കൈ പിടിച്ചാലേ നമുക്ക് പിച്ച വെച്ച് നടക്കുന്ന കാലം ഉപ്പ കൈ പിടിച്ച പോലെ ഇന്ന് പേരമക്കളെ പിടിച്ചാലേ പള്ളിയിലേക്ക് പോവാൻ കഴിയോ? അന്ന് നമ്മുടെ സ്വഭാവം എന്തായിരുന്നല്ലോ? എന്ത് കേട്ടാലും രണ്ടാമത് ചോദിക്കുന്നൊരു കാലോ. നമ്മുടെ ചെറിയ പ്രായത്തിൽ എന്ത് കണ്ടാലും വീണ്ടും കണ്ടാലും ഉമ്മയോട് ചോദിക്കോ. ഒരു കാറ് കണ്ടാൽ അതെന്താണ് ഉമ്മ, മൂന്നാമത് കണ്ടാലും അതെന്താണ് ഉമ്മ. ഇങ്ങനെ പലതവണ നമ്മുടെ ഉമ്മയോട് ചോദിക്കുമ്പോ ഒരു വെറുപ്പമില്ലാതെ ആ ഉമ്മ നമുക്ക് പഠിപ്പിച്ചു തന്നതല്ലേ? നമ്മുടെ ഭാഷ നമ്മുടെ ഉമ്മ പഠിപ്പിച്ചതല്ലേ? നമ്മുടെ പ്രവണതകൾ നമ്മുടെ ഉമ്മ പഠിപ്പിച്ചതല്ലേ? ഒരു തവണയല്ല 100 തവണ ചോദിക്കുമ്പോഴോ നമ്മുടെ മാതാപിതാക്കൾ അവിടെ മടി കാണിച്ചില്ല. എന്നാലോ നമ്മുടെ ഉമ്മാക്ക് വാർദ്ധക്യമെത്തിയപ്പോ, നമ്മുടെ ഉപ്പാക്ക് വാർദ്ധക്യമെത്തിയപ്പോ നമ്മുടെ ഉപ്പ ചോദിച്ചത് തന്നെ വീണ്ടും ചോദിക്കുകയാ. കണ്ടത് കാണുമ്പോ വീണ്ടും ചോദിക്കുകയാ. ആരുടെ ശബ്ദമായി കേൾക്കുന്നത്? ആരാണ് ഇവിടെ വന്നത്? ആരാണ് ആ പോകുന്നത്? ഏത് വാഹനമാ വന്ന് നിൽക്കുന്നത്? ഒരു തവണ ചോദിക്കുമ്പോൾ നമ്മൾ അതിന് മറുപടി പറയോ? എന്നാലാ ഉപ്പ വീണ്ടും ചോദിക്കുമ്പോ നമ്മുടെ ശബ്ദത്തിന് സൗണ്ട് കൂടോ, നമ്മുടെ സ്വരം ഒന്നും കൂടി കൂടോ. വീണ്ടും ചോദിക്കുന്ന നേരം നമ്മുടെ ഉമ്മയോട് പറയുന്ന ഒരു വർത്തമാനമുണ്ട്, നമ്മുടെ ഉപ്പയോട് പറയുന്ന ഒരു പ്രയോഗമുണ്ട്. എന്റെ ഉപ്പ വയസ്സാം കാലത്ത് എന്തിനാ ഇത്ര തിരി? അവനാന്റെ പണിയെടുത്തിട്ടൊരു പാത്തിരുന്ന പോലെ എന്തിനാ ആവശ്യമില്ലാത്തിടത്തേക്ക് തല താഴ്ക്കുന്നത്? എന്തിനാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ അന്വേഷിക്കുന്നത് എന്ന് നമ്മുടെ മാതാപിതാക്കളെ ഭീഷണിപ്പെടുത്തുന്നൊരു ശൈലിയില്ലയോ? ഇത് തന്നെയാ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറു അഹദുഹുമാ ഔ കിലാഹുമാ ഫലാ തഖുൽ ലഹുമാ ഉഫിൻ വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫാ. ഉപ്പായുടെ ശരീരത്തിന് ക്ഷയം വന്നു പോയാൽ, ഉമ്മായുടെ ബുദ്ധി മരവിച്ചു പോയാൽ, പിച്ചിമ്പഴയും പറയുന്ന ഒരു രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ നിങ്ങളാ മാതാപിതാക്കളെ വെറുക്കാൻ പാടില്ല. അവരോട് കാർക്കശ്യത്തോടുകൂടെ പെരുമാറാൻ പാടില്ല. അവരോട് ഗൗരവത്തോടുകൂടെ വർത്തമാനം പറയാൻ പാടില്ല. നേരെ മറിച്ച് ഫഖ്ഫിദ് ലഹുമാ ജനാഹല്ലി മിനർ റഹ്മതി വഖുർ റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. നേരെ മറിച്ച് പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? താഴ്മയുടെ ചിറകാണ് അവർക്ക് വിരിച്ചു കൊടുക്കേണ്ടത്. ഓ എന്റെ ചെറുപ്പക്കാര, ഉമ്മയോട് താഴ്മ, ഉപ്പയോട് താഴ്മ, അവരോടുള്ള കടപ്പാട് പറഞ്ഞാ തീരുമാ? ഇല്ല ഇല്ല. മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ് തങ്ങൾ പറയുന്നത് നോക്ക്. ലാ തംബദ തൗബക അമാമഹുമാ ഫയുസീബൽ ഗുബാർ. നിന്റെ മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ വസ്ത്രം കുടയാൻ പാടില്ല. മാതാപിതാക്കളെ മുമ്പിൽ വെച്ച് വസ്ത്രം കുടയാൻ പാടില്ല. വലാ തംബദ തൗബക അമാമഹുമാ. ഉപ്പയുടെയും ഉമ്മയുടെയും മുമ്പിൽ വെച്ച് നീ വസ്ത്രം കുടയരുത്. എന്താ അതിന്റെ കാരണം? അതിന്റെ കാരണം അവരുടെ ശരീരത്തിൽ പൊടിപടലങ്ങൾ വന്നു ചേരും. നിന്റെ ശരീരത്തിലുള്ള അഴുക്ക് പൊടി അവരുടെ മാതാപിതാക്കളുടെ ശരീരത്തിലാവും. അതുകൊണ്ട് അവരെ മുമ്പിൽ വെച്ച് നീ വസ്ത്രം കുടയാൻ പോലും പാടില്ലെന്ന് ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്. അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരെ ഇപ്പൊ ആലോചിച്ചോളണം. ഏതെങ്കിലും 10 കിലോ തൂക്കമുള്ള പേന്റ് ധരിച്ച് അത് തോന്നിയ പോലൊക്കെ ധരിച്ച് ചളിയൊക്കെ ആക്കിയിട്ട് ഉമ്മാക്കണ്ടല്ലോ ഇട്ട് കൊടുക്കുന്ന ഒരു ശരി. ഉമ്മ ഇത് പോയി തിരുമ്പിക്കാണ്, അത് അലക്കിക്കാണ്, അത് തേച്ചാണ് എന്നൊക്കെ പറഞ്ഞിട്ടൊരു കൊടുക്കൽ. ഈ കൊടുക്കുമ്പോ ആലോചിക്കുക, അവരെ ശരീരത്തില് പൊടി പോലും ആക്കാൻ പാടില്ലെന്ന് പരിശുദ്ധരായ ബഹുമാനപ്പെട്ട ഇബ്നു അബ്ബാസ്. എത്രയോ ഭാരമുള്ള വസ്ത്രങ്ങൾ ഉമ്മാക്ക് ഇട്ടുകൊടുക്കാൻ ഒരു മടിയുമില്ല ചെറുപ്പക്കാർക്ക്.
ഞാൻ കാസർഗോഡ് ജില്ലയിലെ ചെറുപ്പക്കാരെ ഓലപ്പേന്റിന് അത്ര കട്ടിയൊന്നും ഉണ്ടാവില്ല എന്ന് എനിക്കറിയാം. നിങ്ങളെ ജില്ലയിലുള്ള കുട്ടികളല്ലേ ഞാൻ പറഞ്ഞു, നിങ്ങളൊക്കെ നല്ല മക്കളെ എനിക്കറിയാം. ഒരുപാട് കാസർഗോട്ടുകാരെ എനിക്ക് പരിചയമുണ്ട്. അല്ലാഹു തആല നമ്മളെ സ്നേഹമൊക്കെ നിലത്തി തെരുമാറാകട്ടെ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, ലാ തൻഫദ തൗബക അമാമഹുമാ. മാതാപിതാക്കളെ മുമ്പിൽ വെച്ചുകൊണ്ട് നീ വസ്ത്രം കൊടയാൻ പാടില്ല. വസ്ത്രം കൊടഞ്ഞാലോ ഫയുസീബഹുമൽ ഗുബാർ, അവരെ ശരീരത്തിലേക്ക് പൊടിപടലങ്ങൾ വന്നു ചേരും. നിങ്ങളെ വേദനിപ്പിക്കരുത്, അവരെ ശരീരത്തിൽ അടിക്കാക്കരുത്, അവരെ ശരീരത്തിൽ നിങ്ങളെ വേദനിപ്പിക്കരുത്. അല്ലാഹുവേ, ഞങ്ങളെ ജീവിതത്തിൽ ഇനിയെങ്കിലും സ്വന്തമായി അലക്കാനുള്ള മനസ്സ് ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഓ എന്റെ ചെറുപ്പക്കാരാ, അല്ലാഹു തആല ആരോഗ്യം നൽകിയില്ലയോ? അല്ലാഹു തആല സൗകര്യങ്ങൾ നൽകിയില്ലയോ? നമ്മളെ ധരിച്ച വസ്ത്രം നമ്മൾ അങ്ങ് തിരുമ്പിയാലെന്താ, നമുക്ക് തന്നെ അങ്ങ് അലക്കിയാലെന്താ? വീട്ടിലുള്ള ജോലിയെല്ലാം എടുത്ത് ക്ഷീണിച്ച ഉമ്മാക്ക് തന്നെ കൈമാറണോ? അത് പാടുള്ളതല്ല. ഉമ്മായെ വേദനിപ്പിക്കരുത്. ഉമ്മായുടെ വിഷമങ്ങൾ നമ്മൾ കണ്ടറിയണോ? മഹാനായ ബഹുമാനപ്പെട്ട പരിശുദ്ധമായ ഖുർആനില് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ പോലെ അവരോട് വലാ തൻഹറുഹുമാ വഖുൽ ലഹുമാ ഖൗലൻ മഅറൂഫാ. നല്ല പോലെ വാക്കാ അവരോട് പറയേണ്ടത്, നല്ല വാക്കുകളാ അവരോട് പറയേണ്ടത്. എന്താണ് ഖൗലൻ കരീമാ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? മഹാനായ സഈദ് ഇബ്നുൽ മുസയ്യിബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അവരോട് പറയേണ്ട വാചകങ്ങൾ എങ്ങനെയായിരിക്കണം? ഖൗലുൽ അബ്ദിൽ മുദ്നിബി ലിസയ്യിദിൽ ഫളി. ധിക്കാരിയായ ഒരു ഭരണാധികാരിയുടെ മുമ്പില്, ധിക്കാരിയായ ഒരു രാജാവിന്റെ മുമ്പില്, ഒരു ഭരണാധികാരിയായ ആളുടെ മുമ്പില് പാവപ്പെട്ട ഒരു അടിമ വന്ന് പെട്ടാൽ ആ അടിമ എങ്ങനെയാണോ ആ രാജാവിനോട് പെരുമാറുന്നത്, ആ രാജാവിനോട് ഏത് രൂപത്തിലാണോ സംസാരിക്കുന്നത്, ഇതുപോലെയാ നീ അവരോട് പെരുമാറ്റം നടത്തേണ്ടത്, വർത്തമാനം പറയേണ്ടത്. നീ ശബ്ദമുയർത്തിക്കൂടാ. നിങ്ങൾക്കറിയോ ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരീൻ റളിയല്ലാഹു തആല അൻഹു, അതേ താബീങ്ങളിൽ നിന്ന് പ്രമുഖനല്ലയോ? സ്വപ്ന വ്യാഖ്യാന ഗ്രന്ഥങ്ങൾ ധരിച്ചവരല്ലയോ? ആ മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങള് അദ്ദേഹത്തിന്റെ ഉമ്മയുടെ അടുക്കൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ കൂടെയുള്ള ആളുകൾക്ക് തോന്നും മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾക്ക് വല്ല രോഗം പിടിപെട്ടോ? അദ്ദേഹത്തിന്റെ ശബ്ദമുയരൂല്ല, അദ്ദേഹത്തിന്റെ വാക്ക് ഭംഗൂല്ല, അദ്ദേഹത്തിന്റെ നടത്തത്തിന് സ്പീഡ് കൂടില്ല. മഹാനായ മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങൾ വളരെ ഒതുങ്ങിയിട്ടാ നടക്കാറുള്ളത്, വളരെ മാന്യമായിട്ടാ വർത്തമാനം പറയാറുള്ളത്. അപ്പോഴാ കൂടെയുള്ള ശിഷ്യന്മാരെ ചോദിക്കുന്നത്, മുഹമ്മദ് ഇബ്നു സീരീനാകുന്ന ഉസ്താദിന് വല്ല രോഗവും പിടിപെട്ടിട്ടുണ്ടോ? ഉടനെ തന്നെ മറ്റു ശിഷ്യന്മാര് പറയും, ഇല്ല ഇല്ല, മുഹമ്മദ് ഇബ്നു സീരീനാകുന്ന നേതാവിന് കേടുമില്ല. ഉമ്മായുടെ മുമ്പിലെത്തിയാൽ ഇതുപോലെയാ ബഹുമാനപ്പെട്ടവരെ സംസാരോ. ശബ്ദമുയരാറില്ല, ഒച്ച വെക്കാറില്ല. സലാം പറയുമ്പോൾ അതിനൊരു ഒതുക്കമുണ്ടാകാറുണ്ട്. ബഹുമാനപ്പെട്ട മുഹമ്മദ് ഇബ്നു സീരീൻ തങ്ങളുടെ പെരുമാറ്റമാ ഞാൻ പറഞ്ഞത്. ഏതോ ഇരിക്കട്ടെ സഹോദര, ആ മാതാപിതാക്കൾക്ക് കൊടുക്കുന്ന ഒരു നേരത്തെ ഭക്ഷണമുണ്ടല്ലോ, അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന വസ്ത്രമുണ്ടല്ലോ, അവർക്ക് വാങ്ങിക്കൊടുക്കുന്ന മരുന്നിന്റെ കാശുണ്ടല്ലോ, നിങ്ങളെ റബ്ബിന് വേണ്ടി ചിലവഴിക്കുന്ന ഏറ്റവും വലിയ പ്രതിഫലമുള്ള അമലാണ് കേട്ടോ. മഹാനായ നബി തങ്ങൾ ചോദിക്കുകയാ, അൽ തഅലമൂന നഫഖതൻ അഫ്ളല മിൻ നഫഖ ഫീ സബീലില്ലാഹ്. അല്ലാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്ന സമ്പത്തിലുള്ള ഏറ്റവും കൂടുതൽ പ്രതിഫലമുള്ള സമ്പത്ത് ഏതെന്നറിയോ? ഏറ്റവും പ്രതിഫലമുള്ള ചെലവേതെന്നറിയോ? മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് ചോദിക്കുകയാ, ഹൽ തഅലമൂന നഫഖ
അഫ്ളല മിൻ നഫഖത്തിൻ ഫീ സബീലില്ലാഹ്. റബ്ബിന് വേണ്ടി ചിലവഴിക്കുന്ന ഏറ്റവും മഹത്വമുള്ള ചിലവേതാണ്? സ്വഹാബത്ത് പറഞ്ഞു അല്ലാഹു വ റസൂലുഹു അഅലാ. ഓ നബിയേ, ഞങ്ങൾക്കറിയില്ല ഏതാണ് നബിയേ ഏറ്റവും പ്രതിഫലമുള്ള കർമ്മമെന്നറിയോ? ഏറ്റവും പ്രതിഫലമുള്ള സ്വതക്ക ഏതെന്നറിയോ? മഹാനായ നബി തങ്ങൾ പറയുന്ന നഫഖത്തുൽ വലദി അലൽ വാലിദി അഫ്ളലു. ഉപ്പാക്ക് വേണ്ടി ചെലവഴിക്കുന്ന മകന്റെ ചെലവ് ഉമ്മാക്ക് വേണ്ടി കൊടുക്കുന്നത് അഫ്ളലു, ഏറ്റവും പ്രതിഫലമുള്ള ചെലവാണെന്ന് മഹാനായ ലോകത്തിന്റെ നേതാവ് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. അത് കഴിഞ്ഞിട്ട് പള്ളിക്ക് ചെലവഴിക്കുന്നതിലുള്ളൂ, അത് കഴിഞ്ഞിട്ട് ദീനീ സംരംഭങ്ങൾക്ക് ചെലവഴിക്കുന്നതുള്ളൂ. ആദ്യം മാതാപിതാക്കളെയാണ് നമ്മൾ പുലർത്തേണ്ടത്, അവർക്കാണ് നമ്മൾ സഹായം കൊടുക്കേണ്ടത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് അതിനുള്ള പ്രാപ്തി നീ നൽകണേ അല്ലാഹ്. മഹാനായ സയ്യിദ് ഇബ്നു അർഖം റളിയല്ലാഹു തആല അൻഹു പറയുന്ന ഹബീബായ നബി തങ്ങളിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ് നോക്ക്. നബി തങ്ങൾ പറയുന്നു മൻ അസ്ബഹ വാലിദാഹു അൻഹു റാലിയൈനി അസ്ബഹ വലഹു ബാബാനി മഫ്തൂആനി മിനൽ ജന്ന. അതിരാവിലെ തന്നെ ഉമ്മായുടെ തൃപ്തിയോടെ ഉപ്പായുടെ പൊരുത്തത്തോടുകൂടെ ആരാണോ അതിരാവിലെ എഴുന്നേൽക്കുന്നതെങ്കിൽ അതിരാവിലെ തന്നെ മാതാപിതാക്കളെ പൊരുത്തം ഒരാളെ കരസ്ഥമാക്കിയാൽ അസ്ബഹ വലഹു ബാബാനി മഫ്തൂആനി മിനൽ ജന്ന. വൈകുന്നേരം വരെ മലക്ക് തുറക്കപ്പെട്ട രണ്ട് സ്വർഗത്തിന്റെ രണ്ട് കവാടങ്ങള് അവന് തുറക്കപ്പെടുമെന്ന് നബി മുഹമ്മദുർ റസൂലുള്ളാഹ്. രാവിലെ തന്നെ മാതാപിതാക്കളെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ വൈകുന്നേരം വരെ അല്ലാഹു തആല അവന് സ്വർഗത്തിന്റെ രണ്ട് കവാടം തുറന്നു കൊടുക്കും. ഇനിയോ വമൻ അസ്ബഹ വമൻ അംസാ വവാലിദാഹു അൻഹു റാദിയൈനി അംസാലഹു ബാബാനി മഫ്തൂഹാനി മിനൽ ജന്ന. വൈകുന്നേരമായപ്പോ മാതാപിതാക്കളെ പൊരുത്തം വാങ്ങുകയാ. അങ്ങനെ പിറ്റേ ദിവസം രാവിലെയാകുന്നത് വരെ സ്വർഗത്തിന്റെ രണ്ട് കവാടം അവൻ അല്ലാഹു തആല തുറന്നു കൊടുക്കോ. ഇനിയോ വെറുപ്പിച്ചവനാണോ രാവിലെ വെറുപ്പിച്ച വൈകുന്നേരം വരെ നരകത്തിന്റെ രണ്ട് കവാടോ, വൈകുന്നേരം മുതൽ രാവിലെ വരെ നരകത്തിന്റെ രണ്ട് കവാടോ അല്ലാഹു തആല അവന് വേണ്ടി മലക്ക് തുറന്നു കൊടുക്കുമെന്ന് ലോകത്തിന്റെ തിരുദൂതർ നബി മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹദീസ് പറയുമ്പോ ഒരു സ്വഹാബി വന്നുകൊണ്ട് സ്വഹാബത്തുകൾ വന്നുകൊണ്ട് ചോദിക്കുകയാ വഇല്ലലമാഹു യാ റസൂലല്ലാഹ്. മാതാപിതാക്കളെ വെറുക്കാൻ ഒരു കാരണമുണ്ട്, അവരെ വെറുപ്പിക്കാൻ ഒരു കാരണമുണ്ട്. അവര് ഇങ്ങോട്ട് ആക്രമിക്കുന്നവരാ, അവര് ഇങ്ങോട്ട് ചീത്ത പറയുന്നവരാ, അവര് ഇങ്ങോട്ട് ഭീഷണിപ്പെടുത്തുന്നവരാ. എന്നാലും നബിയെ ഇങ്ങനെ തന്നെയാണോ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു വഇല്ലലമാഹു വഇല്ലലമാഹു വഇല്ലലമാ. ഒരു തവണയല്ല 3 തവണ റസൂലുള്ളാഹി തങ്ങൾ ആവർത്തിച്ചു പറഞ്ഞു അവരെ നിന്നെ ആക്രമിച്ചവരായാലോ അവരവനെ ആക്രമിച്ചവരായാലോ അവരവനെ ആക്രമിച്ചവരായാലോ മാതാപിതാക്കളോട് വെറുപ്പ് സമ്പാദിക്കരുത്. അല്ലാഹുവേ, ഞങ്ങൾക്ക് നീ മാതാപിതാക്കളെ പൊരുത്തം നൽകണേ അല്ലാഹ്. ഓ എന്റെ ചെറുപ്പക്കാരാ, ഞാൻ നിർത്തട്ടെയോ? ലായം ബഗീലിൽ വലദി അയ്യദു ബയദ വാലിദിഹി ഇദാ ലറബഹു. നിന്റെ പിതാവ് നിന്നെ അടിക്കുമ്പോ, നിന്റെ മാതാവ് നിന്നെ അടിക്കുമ്പോ അവരെ കൈ നിങ്ങളെ ബ്ലോക്ക് ചെയ്യാൻ പാടില്ല. അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. നിന്റെ ഉപ്പ നിന്നെ അടിക്കുമ്പോ, നിന്റെ ഉമ്മ നിന്നെ തല്ലുകയാണെങ്കിൽ അവരെ കൈ തടുക്കാൻ പാടില്ലെന്നാണ് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു. അല്ലോ റളിയല്ലാഹു അൻഹു ചൊല്ലിക്കോളി. മുജാഹിദ് പറഞ്ഞ നമ്മളെ നാട്ടിലെ വയന്ന മുജാഹിദിന്റെ വർത്തമാനം പറഞ്ഞല്ല, അതൊരു ഇമാമിന്റെ പേര്. ഓലപ്പ് നമ്മള് ലയനത്ത് വല്ലാതെ നിൽക്കണ്ട, വല്ലാതെ അടുക്കാൻ പോകണ്ട. അള്ളാഹു ഓലെന്ന് നമ്മളെ കാക്കട്ടെ.
ഒരു 3-4 ജാതിന്റെ കേരളത്തിനെ നമ്മൾ സൂക്ഷിക്കേണ്ടത്. ഒന്ന് ജമാഅത്തെ ഇസ്ലാമി, ഏറ്റങ്ങൾ പിന്നെ ഈ ക്ലോസറ്റിലെ വെള്ളംമാര് പൊന്തൂല്ല താകൂല്ല അങ്ങനെ നിൽക്കുക. ഇങ്ങനെ ഇടയ്ക്കൊരു രാഷ്ട്രീയം വരുമ്പോ ഒന്ന് ഗുളുകുളു പറയുന്നല്ലാതെ അങ്ങനെ തന്നെ പൊയ്ക്കോളും. പിന്നുള്ള മുജാഹിദ് പിന്നെ 8 കോലായതുകൊണ്ട് ഓലിയിൽ പോയി അത് ഹക്കെന്ന് ആർക്കും കൊടുത്തം കിട്ടാതെ അങ്ങനെ പോവുക. പിന്നെ രണ്ടും കെട്ടൊരു വിഭാഗമുണ്ട്, തബ്ലീഗ് ജമാഅത്ത് എന്നവരെ കുറിച്ച്. ഈ 3 കൂട്ടത്തിൽ ഏറ്റവും വലിയ വിഷമാണ് ഇവര് തബ്ലീഗ് ജമാഅത്ത്. അവരെ കണ്ടാൽ അറിയില്ല, ഓലി മുനാഫിക്കങ്ങളെ പോലെ നല്ല ഈമാന. നിസ്കാരത്തിന്റെ തൈമ്പൊക്കെ കണ്ടാ വിചാരിച്ചു അവിടെ പോയി കണ്ട് സുജൂദ് ചെയ്താലോ, അത്രയും കണ്ടീഷൻ. പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ ഇത്രയും വർഗീയതയുള്ള വേറെ ജീവികളില്ല. നമുക്കറിയാലോ, കേരളമല്ലാത്ത മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ മുസ്ലിങ്ങൾ പല ഭാഗത്തും പീഡിപ്പിക്കപ്പെടുന്നു. അതിന്റെ ഒരു കാരണം ഈ തബ്ലീഗുകാരാണ്. കാരണം തീവ്രവാദം വളർത്തുന്നതിന്റെ പ്രധാന കണ്ണി ഈ തബ്ലീഗുകാരുടെ നേതാക്കന്മാരാണ് നമുക്ക് പരിശോധന കൊണ്ട് തെളിഞ്ഞത്. അല്ലാഹു തആല അവരിൽ നിന്ന് കേരളത്തെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അതുകൊണ്ട് പള്ളിയിലൊന്നും കൂടുതൽ പിടിച്ച് കയറ്റാൻ നിൽക്കണ്ട. ഓലിങ്ങനെ ഒരു ചാക്ക്, അതിനെ കുറച്ച് അരി, അതിൽ കപ്സ ഉണ്ടാക്കാനുള്ള സാധനം, കുറച്ച് ഉള്ളി, ഇതിങ്ങനെ കൊണ്ടുവന്നാണ്ട് വെക്കന്നെ എന്നിട്ട് ബിസ്മില്ലാ അൽഹംദുലില്ലാ ശുക്രലില്ല പള്ളിയിൽ 4 കുത്തും ഒരു ഹംദും പറഞ്ഞു ഓലാണ്. എന്നിട്ട് ആരെയാ നന്നാക്കണേ? പള്ളിന്റെ ഉള്ളിൽ നിസ്കരിക്കാൻ വന്ന ആളോട് പറയാൻ നിസ്കരിക്കണം കേട്ടോ. ഞാൻ എന്റെ മുഅ്മിനീങ്ങളായ സുന്നത്തി ജമാഅത്തിന്റെ സർവ്വപ്രവർത്തകരോട്, ഗ്രൂപ്പ് നോട്ടൊന്നുമില്ല, എല്ലാരോടും കൂടി പറയാം, ഒരൊറ്റ ഒന്നിനെ അടുപ്പിക്കാൻ നിസ്കരിച്ച് പോയിക്കോട്ടെ. ചോറുണ്ടാക്കാനും ബിരിയാൻ വെക്കാനും നമ്മൾ പള്ളി കൊടുക്കുക. അതിന് ഏതെങ്കിലും ഓഡിറ്റോറിയത്തിൽ പോയിക്കോട്ടെ. അവിടെ വാടക ശാന്തിപ്പള്ളിയിൽ ഒരു ഓഡിറ്റോറിയം, അവിടെ പോയി ഉണ്ടായിക്കോട്ടെ. ഓൽക്കൊരു വാടകയും കൊടുക്കും. ഇത് പള്ളിന്റെ മുറ്റത്ത് ചെമ്പുക്ക്, അങ്ങോട്ട് അവിടെ ഒരു ചോറൊക്കെ. പക്ഷെ ഓല് വന്നുപോയ ഒരു ഉപകാരം, പള്ളി ഒന്ന് പെയിന്റ് എടുക്കും പിറ്റത്തെ ദിവസം. കാരണം ഇവര് ചോറ് വെച്ചതിന്റെ കാര്യമൊക്കെ പള്ളിന്റെ ഉള്ളിലാവോ. അപ്പൊ കമ്മിറ്റിക്കാര് ചോദിക്കും, പള്ളിക്ക് വൃത്തികേടായി, നമുക്ക് നാളെ തന്നെ പെയിന്റ് എടുക്കാം. അങ്ങനെ ഒരു ഉപകാരം ഓലെ കൊണ്ട് കിട്ടണം. അല്ലാഹു തആല ഓലക്കൊക്കെ ഹിദായത്ത് കൊടുക്കട്ടെ. ഞാൻ നിർത്തുക. മഹാനായ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി നിബിതങ്ങളിൽ നിന്നുള്ള ഹദീസ് പഠനം നടത്തിയിട്ട് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്ന ലാ യംബഗീ ലിൽ വലദി അൻ യദ്ഫഅ യദ വാലിദിഹി ഇദാ ലറബഹു. ഉപ്പയടിക്കുമ്പോ ഉപ്പാന്റെ കൈതടുക്കാൻ പാടില്ല, ഉമ്മയടിക്കുമ്പോ ഉമ്മാന്റെ കൈതടുക്കാൻ പാടില്ല. വമൻ ശദ്ദ നദറ ഇലാ വാലിദൈഹി ലൻ യബിറഹുമാ. ആരാണോ കാർക്കശത്തോടുകൂടെ, വെറുപ്പോടുകൂടെ, ഭീഷണിപ്പെടുത്തുന്ന സ്വരത്തോടുകൂടെ മാതാപിതാക്കളിലേക്ക് തുറപ്പിച്ചു നോക്കുന്നതെങ്കിൽ അവര് മാതാപിതാക്കളോട് പിണങ്ങിയവനാണ്. സുബ്ഹാനല്ലാഹ്. 2 മാസം വെക്കേഷനാ. ഓ എന്റെ ചെറുപ്പക്കാരാ, പരീക്ഷ കഴിഞ്ഞ സന്തോഷമാ. ഇനി അടുത്ത ക്ലാസ് തുറക്കുന്നത് വരെ നമുക്ക് ഒഴിഞ്ഞ സമയമാ. പൊന്നുമോളെ, നിന്റെ ക്ലാസ്സും കഴിഞ്ഞിട്ടുണ്ട്. ആ ഒരൊറ്റ സമയം, ഒരു 2 മാസം കാലയളവില് നീ നിന്റെ വീട്ടിലിരിക്കുമ്പോ സദാസമയം ടിവിക്ക് മുമ്പിലിരിക്കുന്ന നേരോ, സീരിയലിന്റെ മുമ്പിൽ കൂപ്പ് കുത്തിയിരിക്കുന്ന നേരോ നിന്റെ മാതാവെങ്ങാനും വല്ല പണിയും പറഞ്ഞാൽ ആ നേരത്തുള്ള നമുക്കൊരു നോട്ടം. 6 അടിക്കാനുള്ള ബോള് വരുന്നേ ഉള്ളു. അപ്പോഴാണ് ഉമ്മ വിളിച്ചത്, സുക്കൂറേ ആ 6 എങ്ങാനും മിസ്സായാലോ ഉമ്മാന്റെ മുഖത്തെ കൊണ്ടൊരു നോട്ടം. ഈ പറയില്ല, മനസ്സിലുണ്ട്. മാതാവിന്റെ മുഖത്തേക്ക് തുറപ്പിച്ചു നോക്കിയാൽ, പിതാവിന്റെ മുഖത്തേക്ക് തുറപ്പിച്ചു നോക്കിയാൽ അവരെ നീ വെറുപ്പിച്ചവനും പിണക്കം നടച്ചവനുമാണ്, ഗുണം ചെയ്യാത്തവനാണ്. വമൻ അദ്ഖല അലൈഹിമാ മാ യുഹ്സിനുഹുമാ ഫഖദ് അക്കഹുമാ. ഉമ്മായെ വേദനിപ്പിക്കുന്നതോ ഉപ്പായെ വേദനിപ്പിക്കുന്നതോ എന്ത് തന്നെ നീ ചെയ്താലോ അത് അവരുടെ പിണക്കത്തിന്റെ കാരണമാണെന്ന് ബഹുമാനപ്പെട്ട ഇമാം മുജാഹിദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതല്ലയോ. അതുകൊണ്ട് എന്റെ ഉമ്മ
ഉമ്മമാരെ, സുഹൃത്തുക്കളെ, വാർദ്ധക്യമുള്ള മാതാപിതാക്കൾ ഉണ്ടെങ്കിൽ അവരെ വെറുപ്പിക്കാൻ പോകണ്ട, അവരെ നിങ്ങളെ വേദനിപ്പിക്കാൻ പോകണ്ട, അവരെ നിങ്ങളെ വിഷമിപ്പിക്കാൻ പോകണ്ട. മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന അർബഅത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി തആല ഇല്ലാ യദ്ഖുലുഹുൽ ജന്ന അല്ലാ യദ്ഖുലുഹുൽ ജന്ന വലാ യുദീഖുഹും ദഈമഹാ. മഹാനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദുർ റസൂലുള്ളാഹി നബി തങ്ങൾ പറയുന്ന 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കൂല. 4 വിഭാഗം ആളുകൾക്ക് സ്വർഗ്ഗത്തിലുള്ള അനുഭൂതികൾ അല്ലാഹു വകവെച്ച് കൊടുക്കുകയില്ല. 4 വിഭാഗം ആളുകൾക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കൂല. സ്വർഗത്തിന്റെ അനുഭൂതിയിൽ നിന്ന് ഒരു ചെറിയ രുചിക്കലിനുള്ള അവസരം പോലും കൊടുക്കൂല. അങ്ങനത്തെ ഒരു 4 വിഭാഗമുണ്ടെന്ന് ബഹുമാനപ്പെട്ട നബി മുഹമ്മദ് റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ആ 4 വിഭാഗത്തെ ഞാനൊന്ന് വായിച്ച് നമുക്ക് നിർത്തണം. ഒരുപാട് ആളുകൾ നമ്മോട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഉമ്മമാർ ഇന്നലെയും ഇന്നും ഒരുപാട് ഉമ്മമാർ നമ്മുടെ മഹത്തായ വേദിയിലേക്ക് വന്നിട്ടുണ്ട്, സദസ്സിലേക്ക് നമ്മുടെ വയല് കേൾക്കാൻ വന്നിട്ടുണ്ട്. അല്ലാഹുവേ, ആ ഉമ്മമാർക്കൊക്കെ നീ ആഫിയത്ത് നൽകണേ അല്ലാഹ്, അവരെ സ്വതക്കകളൊക്കെ നീ സ്വീകരിക്കണേ അല്ലാഹ്. മഹാനായ നബി തങ്ങൾ പറയുന്ന അർബഅത്തുൻ ഹഖ്ഖുൻ അലല്ലാഹി അല്ലാ യദ്ഖുലുൽ ജന്നത വലാ യുദീഖുഹും നഈമഹാ. എന്റെ സമുദായത്തിൽ നിന്ന് 4 വിഭാഗത്തെ അല്ലാഹു തആല സ്വർഗ്ഗത്തിലെ കടത്തൂല. സ്വർഗ്ഗത്തിലുള്ള അനുഗ്രഹങ്ങൾ വാസനിക്കാനോ രുചിക്കാനോ അവസരം കൊടുക്കൂല. ഏതാണ് 4 വിഭാഗമെന്നോ? മുദ്മിനുൽ ഖംറി, ഒന്ന് മദ്യപാനികളാണ്. മദ്യപാനികൾക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുന്നില്ല. ഓ എന്റെ ചെറുപ്പക്കാരാ, നിങ്ങളുടെ നാട്ടിലേക്ക് നോക്കണ്ട, മറ്റു പല ഭാഗങ്ങളിലും മദ്യപാനം കൊണ്ട് ചെറിയ മക്കൾ പോലും വളരുകയാണ്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾ പോലും മദ്യപിക്കുന്ന കാലം. മദ്യം കിട്ടിയില്ല എങ്കിലോ അതിന് പകരം കഞ്ചാവ് ഉപയോഗിക്കുന്ന കാലം. ഏതായിരുന്നാലും മുദ്മിനുൽ ഖംറി, കള്ളുകുടിയന്മാർക്ക് അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കൂല കേട്ടോ. കള്ളുകുടിയന്മാർക്ക് സ്വർഗ്ഗത്തിലുള്ള അനുഭൂതി കാണിച്ചു കൊടുക്കുക പോലുമില്ല. രണ്ടാമതോ നബി തങ്ങൾ പറയുന്നു വഅകിലുർ റിബാ, പലിശ തിന്നുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ പൊരുത്തമില്ല, അല്ലാഹു സ്വർഗ്ഗം നൽകുന്നില്ല. വആകിലു മാലിൽ യതീമി ബിഗൈരി ഹഖിൻ, അന്യായമായി യതീമക്കളെ സമ്പത്ത് അപഹരിച്ചെടുക്കുന്നവര്, യതീമക്കളെ ഭക്ഷണം കഴിക്കുന്നവര്, യതീമക്കളെ സ്വത്തിനെ കുറിച്ച് ചിന്തയില്ലാത്തവര്, അവർക്കും അല്ലാഹു സ്വർഗ്ഗം കൊടുക്കൂല. വല്ലാ കുലിൽ വാലിദൈഹി, അവസാനത്തെ വിഭാഗമാരാ അല്ലാഹു തആല സ്വർഗ്ഗം കൊടുക്കാത്തവരാ, മാതാപിതാക്കളെ വെറുപ്പിച്ചവര്, അവരെ മുഖത്തേക്ക് അല്ലാഹു നോക്കുകയില്ല, അവരെ അല്ലാഹുവിന് ഇഷ്ടമില്ല. അല്ലാഹു തആലക്ക് അവരോട് വെറുപ്പാണ്, അവരെ മുഖത്തേക്ക് അല്ലാഹു നോക്കുന്നില്ല. മഹാനായ അഷ്റഫുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതല്ലയോ? അതുകൊണ്ട് എന്റെ ചെറുപ്പക്കാരാ, സ്നേഹിക്കണം നമ്മുടെ ഉമ്മായെ, നമ്മൾ ആദരിക്കണം ഉപ്പായെ. ഉപ്പായെയും ഉമ്മായെയും സ്നേഹിച്ചേ മതിയാകോ. നമ്മുടെ മക്കളെക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെയാണ്. ഭാര്യയെക്കാൾ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെ തന്നെയാണ്. നമ്മുടെ സമ്പത്തിനേക്കാൾ കൂടുതൽ സ്നേഹിക്കേണ്ടത് മാതാപിതാക്കളെ തന്നെയാണ്. നമ്മുടെ സമ്പത്ത് കട്ടെടുത്താ പോലും ഉപ്പായോട് ചോദിക്കാൻ പാടില്ല കേട്ടോ. നമ്മുടെ സമ്പത്ത് അപഹരിച്ചെടുത്താലോ ഉപ്പായോട് അതിന്റെ പേരിൽ ഭീഷണിപ്പെടുത്താൻ പാടില്ല. നിങ്ങൾക്കറിയോ, നബി തങ്ങളെ ചാരത്തൊരു സ്വഹാബി കടന്നു വരില്ലോ. ആ സ്വഹാബി റസൂലുള്ളാഹിയോട് പറയുന്ന നബിയേ, ഞാൻ എന്റെ സമ്പത്തിൽ നിന്നൊരു വിഹിതം ഉപ്പാക്ക് കൊടുക്കുന്നുണ്ട്. എന്റെ ഉപ്പ അതിൽ നിന്ന് ഭക്ഷണം കഴിക്കാറുണ്ട്, എന്റെ ഉപ്പാക്ക് ഞാൻ വസ്ത്രം വാങ്ങി കൊടുക്കാറുണ്ട്, ഉപ്പാന്റെ ചെലവിനെല്ലാം ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. എന്നിട്ട് പോലും
എന്റെ സമ്പത്തറിയാതെ ഉപ്പ കട്ടെടുക്കുകയാണല്ലോ എന്ന് ബഹുമാനപ്പെട്ട നബി തങ്ങളോട് കംപ്ലൈന്റ് പറയുമ്പോ നബി തങ്ങളാ സ്വഹാബിയോട് പറയുന്നു, അൻതാ വ മാലുക ലി അബീക, പൊന്നുമോനെ നീയും നിന്റെ സമ്പത്തും നിന്റെ ഉപ്പാക്കുള്ളതാണ്. അത് എന്ത് തന്നെ എടുത്താലും അത് ഉപ്പായുടെ അവകാശമാണ്. ഓ എന്റെ ചെറുപ്പക്കാരാ, അവരെ ബഹുമാനം എത്രയെന്നറിയോ? ഏതൊരു സാധനം നമ്മൾ കൊടുത്താൽ അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. നമ്മളൊരു സാധനം കൊടുക്കാമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് നൽകുകയാണ്, അദ്ദേഹത്തിന് പൊരുത്തപ്പെട്ട് കൊടുക്കുകയാണ്, പിന്നീട് പോയിട്ട് അത് തിരിച്ചു വാങ്ങാൻ പാടില്ല. ആ സ്ഥാനത്ത് ഉപ്പാക്കത് അനുവദനീയമാ, ഉമ്മാക്കത് അനുവദനീയമാ. നമുക്ക് വല്ലതും തന്നു ഉമ്മ, ഉമ്മയുടെ വകയായി ഉപ്പയുടെ വകയായി നല്ലൊരു വാച്ച് വാങ്ങി തന്നു എന്ന് സങ്കല്പിക്കുക. പിന്നീട് ഉപ്പ വന്നുകൊണ്ട് തിരിച്ചു വാങ്ങുകയാണെങ്കിൽ അത് ഉപ്പാക്ക് തെറ്റില്ല കേട്ടോ. അതല്ലാത്തതെല്ലാം ഛർദിച്ചതിലേക്ക് മടങ്ങുന്നത് തുല്യമല്ലയോ? ഇങ്ങനൊരു ആദരവ് നമ്മുടെ മാതാപിതാക്കൾക്കുണ്ട്, ഇത്രയും വലിയ ബഹുമാനം മാതാപിതാക്കൾക്കുണ്ട്. ഞാനൊന്ന് നിർത്തട്ടെയോ? റഹ്മാനായ റബ്ബേ, ഞങ്ങളിൽ നിന്ന് ഹയാത്തുള്ള മാതാപിതാക്കൾക്ക് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ് നൽകണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. സാധുവായി എന്റെ ഉപ്പായ 6 മാസം മുമ്പ് ഞാൻ കബറിൽ വെച്ച് പോന്നതാണ്. ഉപ്പായുടെ അവസ്ഥ ഞങ്ങൾക്കറിയില്ല. ആരല്ല ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയോ, ആ മരണമടഞ്ഞ മുഴുവൻ ആളുകൾക്കും നീ കബറിൽ സന്തോഷം നൽകണേ റഹ്മാനെ. ഉപ്പ പോയാലല്ലേ ഉപ്പാന്റെ വില മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ, ഉമ്മ പോയാലല്ലേ ഉമ്മാന്റെ വില മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഇന്ന് നമ്മുടെ ഉപ്പയുണ്ട്, നമ്മ വഴക്ക് പറയുന്നുണ്ട്, ഇത് കേൾക്കുമ്പോ നമുക്ക് കരി കയറാറുണ്ട്, ചില സമയത്ത് ഉപ്പാക്കെതിരെ വാക്ക് പറയാറുണ്ട്. എന്നാ മോനെ, ഇതിന്റെ വില മനസ്സിലാകുന്നത് എന്നാണെന്നറിയോ? ആ ഉപ്പ നമ്മളിൽ നിന്ന് യാത്ര പോയതിനു ശേഷമാണ്. ഉമ്മ പോയ ഉമ്മായുടെ വില മനസ്സിലാകോ? അല്ലാഹുവേ, ഹയാത്തുള്ള ഞങ്ങളുടെ ഉമ്മമാർക്ക് നീ ദീർഘായുസ്സ് കൊടുക്കണേ അല്ലാ. ഉമ്മയില്ലാതെ ഒരു നിമിഷം പോലും ഈ ദുനിയാവിൽ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് ഞങ്ങൾക്ക് ആലോചിക്കാൻ പോലും വയ്യ. ഞങ്ങളെ മാതാവിന് നീ ആഫിയത്ത് നൽകണേ അല്ലാ, ദീർഘായുസ്സ് നൽകണേ അല്ലാ, ആയിരാരോഗ്യം നൽകണേ അല്ലാ. ഓ എന്റെ ഉമ്മ, ഞങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ ജീവിതത്തിൽ, നിങ്ങളുടെ മക്കളിൽ നിന്ന് വല്ല കേടുപാടും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് ചെയ്യണേ. കാരണം നിങ്ങളുടെ ദുആക്ക് എപ്പോഴും ഉത്തരമാണ്. ഉപ്പ ശപിച്ചാൽ ആ ശാപവാക്ക് അല്ല സ്വീകരിക്കുന്നതാണ്. അതുകൊണ്ട് ഉപ്പ മക്കളെ പിരാകാൻ നിൽക്കരുത്. ഉമ്മമാരെ, മക്കളെ, നിങ്ങൾ അവർക്കെതിരെ പ്രാർത്ഥിക്കാൻ നിൽക്കരുത്. നിങ്ങൾ നല്ലതല്ലാതെ മക്കൾക്ക് കാംക്ഷിക്കാതിരിക്കരുത്. നല്ലതല്ലാതെ നിങ്ങൾ അവർക്ക് വേണ്ടി നിങ്ങൾ ദുആയിരിക്കരുത്. നിങ്ങൾക്കറിയോ, ബഹുമാനപ്പെട്ട കലീമുല്ലാഹി മൂസ അലൈഹിസ്സലാത്തു വസ്സലാം മാതാവ് മരണപ്പെട്ടു പോയപ്പോ ആ മാതാവിന്റെ ശരീരം മറവ് ചെയ്യല്ലോ. തിരിച്ചു ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാം വരുമ്പോ അദ്ദേഹത്തിന്റെ കാലറിയാതെ അങ്ങ് തെന്നിപ്പോയ നേരത്ത് ബഹുമാനപ്പെട്ട മൂസ നബി അലൈഹിസ്സലാമിനോട് അള്ള പറഞ്ഞു, മൂസ നബിയെ, ഇനി നിങ്ങൾ ശ്രദ്ധിച്ചോളണോ. ഇതുവരെ നിങ്ങൾക്ക് ദുആയിരക്കാൻ 2 കരങ്ങളുണ്ടായിരുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ഒരു മനസ്സുണ്ടായിരുള്ളൂ, നിങ്ങൾക്ക് വേണ്ടി ദുആയിരക്കാൻ നല്ല ഒരു നാവുണ്ടായിരുള്ളൂ. ആ ഉമ്മ പോവലോടുകൂടെ ആ 2 കരങ്ങളും താഴ്ന്നു പോയല്ലോ. ഇനി നിങ്ങളെ ശ്രദ്ധിച്ചോളണോ. ഓ എന്റെ പൊന്നുമോനെ, നമുക്ക് അപകടങ്ങളിൽ നിന്ന് കാവല് കിട്ടുന്നത് എങ്ങനെയാ? നമ്മൾ വിദൂര ദിക്കിലേക്ക് യാത്ര പോകുമ്പോ അപകടങ്ങളിൽ നിന്ന് നമ്മൾ ഓരോ സമയങ്ങളിൽ രക്ഷപ്പെടുന്നത് എങ്ങനെയാ? എല്ലാം നമ്മുടെ പവറാണെന്ന് നീ വിചാരിച്ചോ? എന്നാൽ അത് തെറ്റിദ്ധാരണയാണ്. നിനക്ക് വേണ്ടി ദുആയിരക്കുന്ന നട്ടപ്പാതിര നേരത്തെ എണീറ്റ് ദുആയിരക്കുന്ന ഒരു ഉമ്മ വീട്ടിലുണ്ട്.
ആ ഉമ്മായുടെ പ്രാർത്ഥനയാണ് നമ്മുടെ കാവല്, ആ ഉമ്മായുടെ ദുആ ആണ് നമ്മുടെ കാവല്, ആ ഉമ്മയുടെ ദുആ നമ്മളെ കടങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തിയത്. അല്ലാഹുവേ, ഞങ്ങളുടെ ഉമ്മമാരുടെ ദുആ ഒരുപാട് കാലം ഞങ്ങൾക്ക് നീ നിലനിർത്തണേ റഹ്മാനെ. മരിച്ചാ പോലും അവരെ കടമ വിടുന്നില്ല കേട്ടോ, മരിച്ചാ പോലും അവരോടുള്ള കടമ വിടുന്നില്ല കേട്ടോ. ഹബീബായ നബി തങ്ങളുടെ അടുക്കൽ ഒരു സ്വഹാബി വരികയല്ലേ, നബി തങ്ങളോട് വന്നു ചോദിക്കുകയാണ്, ഓ യാ റസൂലല്ലാഹ് അൽ ബഖിയ ബിൽ ബിർരി വബവയ്യ ശൈഅൻ, എന്റെ ഉപ്പ മരിച്ചിട്ടുണ്ട് എങ്കിലോ, എന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിലോ അവർക്ക് ഞാൻ തിരിച്ചു വല്ലതും ചെയ്യേണ്ടതുണ്ടോ, അവരെ കടപ്പാട് വല്ലതും ബാക്കിയുണ്ടോ? അല്ലാഹുവിന്റെ റസൂൽ പറയുന്ന 4 കാര്യം നീ ചെയ്യേണ്ടതുണ്ട്. മരിച്ചുപോയ ഉപ്പാക്ക് വേണ്ടി നീ 4 കാര്യം ചെയ്യണോ. നിന്റെ ഉമ്മ മരിച്ചിട്ടുണ്ടെങ്കിൽ 4 കാര്യങ്ങൾ ചെയ്യണോ. ഏതാണ് ആ 4 കാര്യമെന്നറിയോ? അർബഉ ഖിസാലിൻ അദ്ദുആഉ ലഹുമാ. ഒന്ന്, നീ ദുആ ഇരക്കുമ്പോഴല്ല നിന്റെ മാതാപിതാക്കൾക്ക് നീ ദുആ ഇരക്കണോ. വൽ ഇസ്തിഗ്ഫാറു ലഹുമാ, അവർക്ക് വേണ്ടി നീ പൊറുക്കലിനെ തേടണോ. വൻഖാദു അഹദിഹിമാ, അവരെ കരാറുകളല്ല നീ പൂർത്തീകരിച്ച് വിട്ടണോ. വഇക്റാമു സ്വദീഖിഹിമാ, അവരെ കുടുംബങ്ങളെയും കൂട്ടുകാരെയും നീ ആദരിച്ചോളണോ. നിന്റെ ഉപ്പാനെ ബഹുമാനിച്ച പോലെ ഉപ്പായുടെ കൂട്ടുകാരെങ്കിലും ഹയാത്തുണ്ടെങ്കിൽ അവരെ ബഹുമാനിച്ചോളണോ. വസിലത്തുർ റഹിമില്ലതി ലാ റഹിമ ലക ഇല്ലാ മിൻ ഖിബ്രിഹിമാ, മാതാപിതാക്കളുടെ ഭാഗത്തിലൂടെ നിനക്ക് കുടുംബബന്ധം വന്നവരോട് ഉപ്പ മരിച്ചാലും കുടുംബബന്ധം മുറിക്കാതിരിക്കണോ. ഓ എന്റെ ഉമ്മ, ഇതെല്ലാം നമ്മുടെ മാതാക്കളോട് ചെയ്യേണ്ട കടപ്പാടുകളാണ്. അവരോടുള്ള ബന്ധം നിലനിൽക്കാനുള്ള കാരണക്കാരായി ആരെല്ലാം ഉണ്ടോ ഇവിടെ അവരെ നമ്മൾ ബഹുമാനിച്ചോടുക. ഉപ്പാനെ കണ്ടാൽ എണീക്കുന്നത് പോലെ ഉപ്പാന്റെ കൂട്ടുകാരനെ കണ്ടാൽ എണീക്കണോ. ഉപ്പായെ കണ്ടാൽ സലാം പറഞ്ഞ് കൈപിടിക്കും പോലെ അദ്ദേഹത്തിന്റെ ഉപ്പായുടെ കൂട്ടുകാരനെ കണ്ടാൽ സലാം പറയണോ, അവരിൽ വർത്തിക്കണോ. അതുപോലെ അവർക്ക് വേണ്ടി സ്വതക്കകൾ കൊടുക്കണോ, അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ ഇരക്കണോ. എന്നാൽ അവർക്കതെല്ലാം വല്ലാത്ത സന്തോഷമാണ്. അത് മാതാപിതാക്കളെ മാത്രമല്ലേ, ആര് നമ്മളിൽ നിന്ന് മരിച്ചുപോയി കബറിലേക്ക് ചെന്നോ ആ കബറാളികൾക്കെല്ലാം ഒരു പ്രതീക്ഷയുണ്ട്. ഏതുപോലെയാണ് അവരെ പ്രതീക്ഷ? ആഴമുള്ള ഒരു കിണറിലേക്ക് വീണുപോയി അതിൽ നിന്ന് മുങ്ങിത്താവുമ്പോ മരിക്കുമെന്ന് ഉറപ്പുള്ളയാള് അതേ ഒരു കടലിലേക്ക് വീണ് അവിടെ മുങ്ങിത്താകുന്ന ഒരാള് തിരമാലകൾക്ക് പെട്ട് ഞാൻ മരിച്ചു പോകുമെന്ന് കണ്ടാൽ ആ സമയത്ത് മരണം മുന്നിൽ കണ്ട ആളുകൾക്ക് ആരെങ്കിലും ഒരാളെ കൈപിടിക്കാനുണ്ടോ? ആരെങ്കിലും ഒരാള് പിടിവള്ളി തരാനുണ്ടോ എന്നാഗ്രഹിക്കുന്നത് പോലെ കബറാളികളായ ആളുകളെ നമ്മെ കാത്തിരിക്കുന്നുണ്ട്. നമ്മുടെ ഫാത്തിഹ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ യാസീനെ കാത്തിരിക്കുന്നുണ്ട്, നമ്മുടെ ദുആ കാത്തിരിക്കുന്നുണ്ട്. എന്റെ മകൻ ഇന്ന് ഫാത്തിഹ ഓതിയോ? എന്റെ മകൻ എനിക്ക് വേണ്ടി ഹദിയ ചെയ്തോ? എന്റെ മകൻ എനിക്ക് വേണ്ടി സ്വതക കൊടുത്തോ? ഇങ്ങനെ മരിച്ചുപോയ ആളുകൾ നമ്മുടെ ദുആഇനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുമ്പോ, ഓ എന്റെ ഉമ്മ, നമ്മുടെ നാട്ടിലെ പ്രായമെത്തിയിട്ട് കല്യാണ പ്രായമെത്തിയിട്ട് സാമ്പത്തികമായ ശേഷിയില്ലാത്തതിന്റെ പേരില് വേദന കടിച്ചമർത്തുന്ന ഒരുപാട് സഹോദരിമാരില്ലേ? ആ പൊന്നുമക്കൾക്ക് വേണ്ടി എന്നെ കൊണ്ട് കഴിയുന്നത് അതേ രോഗം പിടിപെട്ടിട്ട് ചികിത്സക്ക് വകയില്ലാതെ സുബ്ഹാനല്ലാഹ് സെക്കൻഡുകളെല്ലാം പുളയുന്ന വേദനയോട് സഹിച്ചു കിടക്കുന്ന ആളുകൾക്ക് അവർക്കൊരു ചെറിയ സമാധാനത്തിന് വേണ്ടി ഒരു ചെറിയ സംഭാവന, യതീമക്കളെ സഹായിക്കാൻ ഒരു ചെറിയ സംഭാവന, ഭർത്താവ് മരിച്ചുപോയ വിധവകൾക്ക് സഹായം കൊടുക്കാൻ നമുക്ക് നല്ലൊരു അവസരമാ നമ്മുടെ നാട്ടിലുള്ള ചുറുചുറുക്കുള്ള ചെറുപ്പക്കാര് സംഘടിപ്പിച്ചിട്ടുള്ളത്. അല്ലാഹുവേ, ഖിയാമത്ത് നാൾ വരെ ഈ സംഘടന നീ നിലനിർത്തണേ അല്ലാഹ്.
അതിൽ ഞങ്ങൾക്ക് നീ ഐക്യം നൽകണേ അല്ലാ. ഈ ഒരു 4ാം വാർഷികം ആരംഭിക്കുമ്പോ ഇൻഷാ അല്ലാഹ് അടുത്ത ഒരു ഗഡുവിലേക്ക് ഞാൻ എന്റെ ഉപ്പാക്ക് വേണ്ടി 1000 രൂപ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടി 1000 രൂപ, ഇല്ല ഉസ്താദേ ഒരു മകളെ കെട്ടിക്കുമ്പോ അവരെല്ലാം പാവങ്ങളാകുമ്പോ എന്നെ കൊണ്ട് കഴിയുന്ന ഒരു ചെറിയ സ്വർണത്തിന്റെ പറ്റെങ്കിലും ഞാൻ കൊടുക്കട്ടെ. അവരെ കണ്ണീരൊഴുക്കി ഇറങ്ങുന്ന നേരം ആ കണ്ണുനീരിനിടയിൽ എനിക്ക് നൽകിയ സ്വർണത്തിന്റെ വീതം ഏത് ഉമ്മയാണോ ഒഴിക്കുന്ന കണ്ണുനീരുമായി നിങ്ങൾക്ക് വേണ്ടി ദുആയിരുന്നാൽ അത് ആഖിറത്തിലേക്കുള്ള ഒരു വലിയ മുതൽക്കൂട്ടാണ്. നിങ്ങൾക്ക് എങ്ങനെ സഹായിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല, നിങ്ങൾ എത്രത്തോളം കപ്പാസിറ്റി ഉള്ളവരാണെന്ന് എനിക്കറിയില്ല. ഞാനൊന്ന് ചോദിച്ചെന്നു മാത്രോ നിങ്ങളെ കൊണ്ട് കഴിയുമെങ്കിലൊന്ന് സഹകരിക്കുമോ? അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് തരണേ അല്ലാ. ഉസ്താദേ ഒരു 10,000 രൂപ ഞാൻ കൊടുത്തോളാം. 10 കഴിയൂല, ഒരു 5,000 രൂപ. അത് അടുത്ത വർഷത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോഗ്രാമുകളിലുള്ള എന്നെ കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന ഒരു നല്ല നീയത്തോടെ ആരെങ്കിലും ഒന്ന് സഹകരിച്ചാൽ വലിയ ഉപകാരമാണ്. അല്ലാഹുവേ ഞങ്ങളെ ദുആക്ക് നീ ഇജാബത്ത് നൽകണം അല്ലാ. ഞങ്ങളെ ദുആ നീ വെറുതെയാക്കല്ലേ അല്ലാ. സ്വതക്ക ചോദിച്ചപ്പോൾ എത്രയാളുകളാ സ്വതക്ക തന്നത്, എത്രയാളുകളാ കൈപിടിച്ചത്, എത്രയാളുകളാ സ്വലാത്ത് ചൊല്ലിയത്, ഏതെല്ലാം മുഅ്മിനീങ്ങളാ ആമീൻ പറഞ്ഞത്. ചുറുചുറുക്കുള്ള ചെറുപ്പക്കാർ ഇവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ടല്ലോ. റഹ്മാനായ റബ്ബേ, ഒരാളും വയലിന് വന്നില്ലെങ്കിലും ആരും അവരോട് ചോദിക്കാനില്ലല്ലോ, ആരും അവരെ ഭീഷണിപ്പെടുത്തി വന്നതല്ലല്ലോ. ദീനിനോടുള്ള കൂറുകൊണ്ട് വന്നതാണ് റഹ്മാനെ. അപകടങ്ങളിലൊന്നും പെടുത്തല്ലേ റഹ്മാനെ, കയ്യും കാലും മുറിച്ചു മാറ്റല്ലേ റഹ്മാനെ, അറ്റാക്ക് കൊടുക്കല്ലേ റഹ്മാനെ, മാറാ രോഗങ്ങൾ തരല്ലേ റഹ്മാനെ. അല്ലാഹുവേ രോഗികളായി കണ്ടെത്തല്ല അല്ലാ. ഒരു ചെറിയ തലവേദന വന്നാ പോലും ഞങ്ങൾക്ക് സഹിക്കാൻ കഴിയില്ല, ഒരു പല്ലുവേദന വന്നാ പോലും സഹിക്കാൻ കഴിയുന്നില്ല. അങ്ങനത്തെ ഞങ്ങൾക്ക് വേദനാജനകമായ മാറാ രോഗങ്ങൾ തന്ന്, ക്യാൻസർ തന്നുകൊണ്ട് വേദനിപ്പിക്കല്ലേ റഹ്മാനെ. ഞങ്ങളെ ശരീരത്തെ വെട്ടിപ്പൊളിക്കുന്ന ശരീരമാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളെ മക്കള് പല ഭാഗത്തേക്കും യാത്ര പോകുന്നവരാ, അതിൽ കുഞ്ഞുമക്കളുണ്ട്, മുതിർന്നവരുണ്ട്. ഞങ്ങളെ മക്കളെയൊന്നും അപകടത്തിൽ പെടുത്തല്ലേ റഹ്മാനെ. ഞങ്ങൾക്ക് വെള്ളമില്ലാതെ പ്രയാസത്തിലാ, മഴ നൽകണേ റഹ്മാനെ. നീ നല്ല അനുയോജ്യമായ മഴ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു ആലിമിനെയും ഞങ്ങളെ ചീത്ത പറഞ്ഞിട്ടില്ല, ഒരു തങ്ങളെയും ഞങ്ങളെ കുറ്റപ്പെടുത്തിയിട്ടില്ല. ഞങ്ങളെ മുമ്പിൽ ബഹുമാനപ്പെട്ട പാണക്കാട് തങ്ങളും ഉള്ളാളത്തെ തങ്ങളുമെല്ലാം തുല്യരാണ്. ഞങ്ങൾക്ക് ശംസുലുലമയും നൂറുലുലമയും തുല്യമാണ്. എല്ലാ ആലിമീങ്ങളെയും ഞങ്ങൾ ബഹുമാനിച്ചിട്ടേ ഉള്ളൂ, ഒരു ആലിമിനെയും ഞങ്ങൾ കൊച്ചാക്കാൻ പോയില്ലല്ലോ. അവരെ പൊരുത്തം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ റഹ്മാനെ. അല്ലാഹുവേ ഉപ്പ മരിച്ചപ്പോൾ ഉപ്പാന്റെ വില മനസ്സിലാക്കാൻ സാധിക്കുന്നതെങ്കിൽ ഞങ്ങൾ ഉപ്പമാരോടോ ഉമ്മമാരോടോ മര്യാദ കേടങ്ങാനും ജീവിതത്തിൽ വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ മാപ്പാക്കണേ അല്ലാ, നീ മാപ്പാക്കണേ അല്ലാ. ഉപ്പ പോയപ്പോൾ ഞങ്ങൾക്ക് ബാക്കിയുള്ളത് ഞങ്ങളെ എല്ലാമായ ഉമ്മയാണ്. ഉമ്മയാണ് റബ്ബേ ഞങ്ങളെ കാവല്. ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാ ഞങ്ങളിങ്ങനെ ജീവിച്ചു പോകുന്നത്. ഞങ്ങൾ ഉമ്മായുടെ ദുആ ഒരുപാട് കാലം നിലനിർത്തണേ റഹ്മാനെ. മരിച്ച ഉമ്മയുണ്ടോ, ഖബറിൽ ഉപ്പയുണ്ടോ, ഖബറിൽ കുടുംബങ്ങളുണ്ടോ, ഖബറിൽ ആ ഖബറെല്ലാം നീ സ്വർഗത്തിന്റെ ഖബറാക്കണേ റഹ്മാനെ. നീ സ്വർഗത്തിന്റെ ഖബറാക്കണേ
റഹ്മാനെ, നീ സ്വർഗത്തിന്റെ ഖബറാക്കണേ റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെയും അവരെയും നാളെ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് തൊട്ടുരുമ്പി സാദാത്തുക്കളിരിക്കുമ്പോ, ആലിമീങ്ങൾ പോയിരിക്കുമ്പോ, ഞങ്ങളെയും മരിച്ചുപോയ മുഅ്മിനുകളായ കുടുംബങ്ങളെയും ജ്യേഷ്ഠനിയന്മാരെയുമല്ല റസൂലുള്ളാഹിന്റെ ചാരത്തൊരുമിച്ച് കൂട്ടണേ റഹ്മാനെ. അല്ലാഹുവേ, ഈ ദുനിയാവിലുള്ള ജീവിതകാലത്ത് ഞങ്ങൾ നബിതങ്ങളെ കണ്ടില്ലല്ലോ, നബിതങ്ങളെ തൊട്ടില്ലല്ലോ, നബിതങ്ങളെ കെട്ടിപ്പിടിച്ചില്ലല്ലോ. കാണാൻ, മുത്തിനെയൊന്ന് കാണാൻ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് റഹ്മാനെ. ഈ ദുനിയാവിലോ ഞങ്ങൾക്ക് ഭാഗ്യം ലഭിക്കാത്തതുപോലെ ആഖിറത്തിലും ഞങ്ങളെ ഹതഭാഗ്യരാക്കല്ല അല്ലാഹ്. റസൂലുള്ളാഹിനെ ഒരു തവണയെങ്കിലും ഞങ്ങൾക്ക് സ്വപ്നത്തിൽ കാണിച്ചു തരണം റഹ്മാനെ. നിബിതങ്ങളെ സ്വപ്ന ലോകത്തെ കാണിച്ചു തരണം റഹ്മാനെ. അല്ലാഹുവേ, ഞങ്ങളെ ഉമ്മമാർക്കും ഉപ്പമാർക്കും നീ തൗഫീഖ് നൽകണം റഹ്മാനെ. ഞങ്ങളെ മക്കളെയൊക്കെ നീ നന്നാക്കണേ റഹ്മാനെ. ഇവിടെ ഒരുമിച്ച് കൂടിയ കുഞ്ഞുമക്കളും പ്രായമുള്ളവരും ചെറുപ്പക്കാരുമെല്ലാം പരീക്ഷ എഴുതിയവരാണ്. പരീക്ഷയുടെ റിസൾട്ട് അവർക്ക് അനുകൂലമാക്കണേ അല്ലാഹ്. പരാജയം കൊടുക്കല്ല അല്ലാഹ്. മനസ്സ് വിഷമിക്കുന്ന റിസൾട്ട് ആക്കല്ല അല്ലാഹ്. റഹ്മാനായ റബ്ബേ, കൂടെയുള്ളവരെല്ലാം വിജയിച്ച് ഉന്നസ്ഥാനം വഹിക്കുമ്പോ, പഴയ ക്ലാസ്സിൽ തന്നെ ഇരിക്കുമ്പോ മനസ്സിന് വല്ലാത്ത വേദനയാവും. നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ, നീ പരാജയപ്പെടുത്തല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മരിച്ച ശരീരത്തിൽ ഈച്ചയിരുന്നാ പോലും വേദനയാണ് പോലും, കൈതൊട്ടാ പോലും വേദനയാണ് പോലും. എന്നാൽ പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന മയ്യത്താക്കി ഞങ്ങളെ മാറ്റല്ലേ റഹ്മാനെ, പോസ്റ്റ്മോർട്ടം ചെയ്യുന്ന ശരീരമാക്കല്ലേ റഹ്മാനെ. അല്ലാഹുവേ, മരിക്കുന്ന നേരം ഞങ്ങൾക്ക് ഈമാൻ വേണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലണം, നിബിതങ്ങളെ ഒന്ന് കാണണം, സ്വർഗം കണ്ടൊന്ന് മരിക്കണം. ഞങ്ങൾ അഭിലാഷമതാണ്. ഈമാനോടുകൂടെ മരിച്ചാലല്ലേ വയതിന്റെ കൂലി കിട്ടൂ, ഈമാനോടുകൂടെ മരിച്ചാലല്ലേ ദർസിന് ഫലം കിട്ടൂ, ഈമാനോടുകൂടെ മരിച്ചാലല്ലേ ഞങ്ങൾ ഇവിടെ ഒരുമിച്ച് കൂടിയതിന്റെ കൂലി കിട്ടൂ, ഈമാനോടുകൂടെ മരിച്ചാലല്ലേ ജുമയുടെ പ്രതിഫലം കിട്ടൂ. റഹ്മാനായ റബ്ബേ, ഞങ്ങളെ ഏത് അനുഗ്രഹങ്ങൾ നീ എടുത്തു കളഞ്ഞാലും ഈമാനാകുന്ന അനുഗ്രഹം എടുത്തു കളയല്ല അല്ലാഹ്. ഈമാനാകുന്ന അനുഗ്രഹം എടുത്തു കളയല്ലേ അല്ലാഹ്. ഈമാനാകുന്ന അനുഗ്രഹം എടുത്തു കളയല്ലേ റഹ്മാനെ. അല്ലാഹുവേ, ഇവിടെ ഞങ്ങൾ കൊടുത്ത സദഖയും ഇവിടെ ഒരുമിച്ച് കൂടിയതും പാവങ്ങളെ കണ്ണീരൊപ്പാനാ, ദരിദ്രയുടെ വേദന മാറ്റാനാ, രോഗികൾക്ക് സമാധാനം കൊടുക്കാനാ. അല്ലാഹുവേ, ഇങ്ങനെ ഞങ്ങളുടെ മനസ്സിലൊരു കാരുണ്യത്തിന്റെ ചിന്തയുണ്ടായതുകൊണ്ട് ഞങ്ങൾക്കും അതിൽ നിന്നെല്ലാം നീ കാവൽ നൽകണേ റഹ്മാനെ. ഞങ്ങളെ നീ കടക്കാരാക്കല്ല അല്ലാഹ്. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. സ്ഥലമില്ലാത്തവർക്ക് സ്ഥലം നൽകണേ റഹ്മാനെ. ഒരുപാട് മുത്തഅല്ലിമീങ്ങൾ ഞങ്ങളുടെ അടുക്കൽ പഠിക്കുന്നുണ്ട്. ഈ മഹത്തായ വേദിയിലും മുത്തഅല്ലിമീങ്ങൾ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ നീ നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ, നാഫിയായ ഇൽമു നൽകണേ റഹ്മാനെ. ഓർമ്മശക്തിയുള്ള മക്കളാക്കണേ റഹ്മാനെ, വഅദ് പറയാൻ പറ്റുന്ന മക്കളാക്കണേ റഹ്മാനെ, ദഅവക്ക് പറ്റുന്ന പക്വത നൽകണേ റഹ്മാനെ. അല്ലാഹുവേ, ഒരുപാട് ഉസ്താദുമാരുണ്ട്, ആഫിയത്ത് നൽകണേ റഹ്മാനെ. പ്രായമുള്ള ഉപ്പമാരുണ്ട്, സാധുക്കളാണല്ലോ, കയ്യും കാലും വേദനിച്ചിട്ട് പോലും അവരെ നിൽക്കുകയാണ് ആമീൻ പറയാൻ. അല്ലാഹുവേ, ഹയാത്തുള്ള കാലത്തോളം നിന്ന് നിസ്കരിക്കാൻ ഈ തൗഫീഖ് നൽകണേ അല്ലാഹ്. രോഗത്തിലായി തളർത്തിക്കളയല്ല അല്ലാഹ്, രോഗികളായി കിടത്തിക്കളയല്ല അല്ലാഹ്. മക്കള് വെറുക്കുന്ന, കുടുംബം വെറുക്കുന്ന, നാട്ടുകാര് വെറുക്കുന്ന ഒരു രോഗമോ ഒരു വിഷമമോ ഞങ്ങൾക്കാർക്കും നീ നൽകല്ലേ റഹ്മാനെ. ഇത് നടത്തുന്ന സംഘാടകർ മുഴുവനും സാധാരണക്കാർ. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് നീ ആഫിയത്ത് നൽകണേ റഹ്മാനെ, അവർക്ക് നീ ഖൈർ
ഖൈർ നൽകണേ റഹ്മാനെ. ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഖിയാമത്ത് നാൾ വരെ നിലനിർത്താൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാഹ്. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. واغفر لنا يا غفار المذنبين. آمين برحمتك يا أرحم الراحمين.